അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്, പഞ്ചായത്ത് ഇലക്ഷനെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നിയമസഭാ ഇലക്ഷനുകൾ വരാനുണ്ട്. ഉത്തരവാദിത്വത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ തരുണി മണികൾ, നമ്മുടെ സ്ത്രീകൾ ഒരിക്കലും തന്നെ പൊതുനിരത്തിൽ ഇറങ്ങിക്കൊണ്ട് തുള്ളിച്ചാടാനുള്ള പാവകളല്ല. അവർക്ക് പരിശുദ്ധമായ സ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അങ്ങനെ തെരുവിൽ തുള്ളേണ്ടവരല്ല. നിങ്ങൾ അങ്ങനെ തെരുവിൽ മറ്റൊരുത്തന്റെ കാഴ്ച വസ്തുവായി അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടവരല്ല. നിനക്ക് വലിയ മഹത്വമാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിശിഷ്ട മലബാറിന്റെ തിരുമുറ്റങ്ങളിൽ എത്രമാത്രം വരുന്ന തരുണി മണികളാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഏത് പാർട്ടിയുടെ പേരായിക്കോട്ടെ, ഏത് വിശ്വാസത്തിന്റെ പുറത്തായിക്കോട്ടെ, ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആയിക്കോട്ടെ, അവിടെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ, ഇസ്ലാമിന് വ്യക്തമായ നിലപാടുകളുണ്ട്. പൊതുരംഗങ്ങളിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കലർന്നുകൊണ്ട് ആടിത്തിമർത്തുകൊണ്ട് DJ സൗണ്ടിന്റെ അകമ്പടിയോടുകൂടി ഡാൻസ് കളിക്കുന്ന സമ്പ്രദായത്തെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. 2025 ഇലക്ഷൻ വരുന്ന സമയത്തേക്ക് ആ കാഴ്ചപ്പാടിനെ തിരുത്താനുള്ളതല്ല. അങ്ങനെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ തിരുത്തിക്കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണാധികാരികൾക്ക്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് സ്ത്രീകളെ തെരുവിലേക്ക് ഇറക്കി നിൽക്കാനുള്ള അധികാരവുമില്ല, അവകാശവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് രാഷ്ട്രീയ കുലപതികളല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് പണ്ഡിതരാണ്. കൃത്യവും വ്യക്തവുമായി പണ്ഡിതർ അത് പഠിപ്പിച്ചു വെച്ചിരിക്കെ അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കുന്ന പുരുഷന്മാർ, ഭർത്താക്കന്മാർ, അതുപോലെ സഹോദരന്മാർ, അതുപോലെയുള്ള കുട്ടികൾ, മക്കൾ, എല്ലാവരോടും ഓർമ്മപ്പെടുത്തട്ടെ, എല്ലാത്തിന്റെയും അപ്പുറത്ത് നിന്റെ യുക്തിയുടെ, നിന്റെ ചിന്തയുടെ, നിന്റെ ന്യായത്തിന്റെ എല്ലാത്തിന്റെയും അപ്പുറത്താണ് ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ കൽപ്പന. അതിനെ തിരസ്കരിച്ചുകൊണ്ട് പൊതുരംഗത്തേക്ക് നിന്റെ വീട്ടിലെ സ്ത്രീയെ കൊണ്ടുപോകാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? ഞാൻ ചോദിക്കാൻ കാരണം, അങ്ങനെ നിനക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും നിന്നിൽ അർപ്പിതമായിരുന്നു. അല്ലല്ലോ. ആ സ്ത്രീക്കുള്ള ആരോഗ്യം നൽകിയവനാരാണ്? ആ സ്ത്രീയെ ഈ രൂപത്തിൽ വളർത്തി വലുതാക്കിയവനാരാണ്? ആ സ്ത്രീക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, ആ സ്ത്രീക്ക് ശ്വസിക്കാൻ കൊടുക്കുന്നത്, എല്ലാം നൽകുന്നത് നീയാണോ? അല്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് എന്ത് അധികാരമാണ് മനുഷ്യ അള്ളാഹുവിന്റെ അടിമയെ, അള്ളാഹുവിന്റെ ദീനിന്റെ മതവിലക്കുകളെല്ലാം മറികടന്നുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ? ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് സംഘടനയായിക്കോട്ടെ, അങ്ങനെ തെരുവിലേക്ക് ഇറക്കാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്, പഞ്ചായത്ത് ഇലക്ഷനെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നിയമസഭാ ഇലക്ഷനുകൾ വരാനുണ്ട്. ഉത്തരവാദിത്വത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ തരുണി മണികൾ, നമ്മുടെ സ്ത്രീകൾ ഒരിക്കലും തന്നെ പൊതുനിരത്തിൽ ഇറങ്ങിക്കൊണ്ട് തുള്ളിച്ചാടാനുള്ള പാവകളല്ല. അവർക്ക് പരിശുദ്ധമായ സ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അങ്ങനെ തെരുവിൽ തുള്ളേണ്ടവരല്ല. നിങ്ങൾ അങ്ങനെ തെരുവിൽ മറ്റൊരുത്തന്റെ കാഴ്ച വസ്തുവായി അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടവരല്ല. നിനക്ക് വലിയ മഹത്വമാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. ജീവനോടെ പെൺകുട്ടിയെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദിച്ച ഒരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് വേണ്ടി ശബ്ദിച്ച നേതാവാണ്. സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും കൊടുക്കാത്ത സമുദായത്തിൽ നിന്ന് ലോകത്തുള്ള സർവ്വ സ്ത്രീകളുടെയും നായികയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നിനക്ക് പള്ളിയിലേക്ക് പോകൽ ഇസ്ലാം നിർബന്ധമാക്കിയിട്ടില്ല. നിനക്ക് ജോലിക്ക് പോകൽ ഇസ്ലാം നിർബന്ധമാക്കിയിട്ടില്ല. നീ കഷ്ടപ്പെടണം എന്ന് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടില്ല. പകരം പറഞ്ഞത്, നിന്റെ സംരക്ഷണത്തിന് ഏർപ്പാടാക്കിയത് ഒരാളെയല്ല, രണ്ടാളെയല്ല, എത്ര ആളുകളെയാണ് നിനക്ക് സംരക്ഷണത്തിന് വേണ്ടി നൽകിയത്. നിന്റെ പിതാവിന് നിന്റെ സംരക്ഷണം നിർബന്ധമാണ്, നിന്റെ ഭർത്താവിന് നിർബന്ധമാണ്, നിന്റെ സഹോദരൻ നിർബന്ധമാണ്. ഇങ്ങനെ നീയുമായി ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകൾക്കും നിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ താല്പര്യം എന്ന് പറയുന്നത്, അതിന്റെ പിന്നാമ്പുറങ്ങളിലെ താല്പര്യം എന്ന് പറയുന്നത്, നിനക്കത്രയും പവിത്രതയുണ്ട്, നിനക്കത്രയും മനോഹാരിതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഈ ദുനിയാവിലുള്ള ഭൗതികമായ ലോകത്തിലുള്ള അങ്ങാടിയിലൂടെ നടക്കുന്ന ചപ്പുചവറുകളായി മാറേണ്ടവരില്ല പ്രിയപ്പെട്ട വനിതകൾ എന്ന ബോധ്യം നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മഹാനായ അലിയാർ തങ്ങൾ പഠിപ്പിക്കുന്ന ചില അധ്യാപനങ്ങൾ കൂടി കൂട്ടി വായിക്കുക. അങ്ങനെ ഒരു സ്ത്രീയെ പൊതുമധ്യത്തിലേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ സ്ത്രീയെ നോക്കുന്ന പുരുഷന് തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സാന്ദർഭികമായി മനസ്സിലോട്ട് അടിയിട്ട് കൊണ്ടുവെക്കേണ്ടതുണ്ട്. ഏതെങ്കിലും അധികാരത്തിന് വേണ്ടി, ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി പൊതുമധ്യത്തിലേക്ക് സ്ത്രീകളെ ഇറക്കി വിടുന്നവർ,
അതുപോലെ തുള്ളിച്ചാടാൻ വേണ്ടി സ്ത്രീകളെ ഇറക്കി വിടുന്നവർ അല്ലാഹു സുബ്ഹാനഹു തആല വിരോധിച്ചതാണ്. അല്ലാഹു നിരോധിച്ചതിനെ ഹലാലാക്കാൻ എന്ത് അധികാരമാണ് നിനക്കുള്ളത്? അതിനുള്ള എന്ത് റൈറ്റ്സ് ആണ് നിനക്കുള്ളത്? അല്ലാഹുവിന്റെ മുന്നിലുള്ള അടിമകളാണ് നമ്മൾ. അല്ലാഹുവിന്റെ മുന്നിൽ ഓശാനിച്ച് അവന്റെ ഔദാര്യത്തിന് വേണ്ടി കുനിഞ്ഞു നിൽക്കേണ്ട അടിമകളാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ ഒരു ദിവസം 17 പ്രാവശ്യം സ്രഷ്ടാവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനക്കപ്പുറത്തല്ല ഒന്നും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് മാറ്റത്തിരുത്തലുകൾ കൊണ്ടുവരാനുള്ളതല്ല പരിശുദ്ധ ഇസ്ലാം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മതത്തിന്റെ ഉള്ളിൽ ലിബറലിസത്തിന് പ്രസക്തിയില്ല. നിനക്ക് ലിബറൽ ചിന്തകളുണ്ടോ, മതത്തിന് പുറത്തേക്ക് പോകാം. മതത്തിന്റെ ഉള്ളിൽ നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ലിബറലായ ചിന്തകളെ അടിച്ചേൽപ്പിക്കാം, ലിബറലായ ചിന്തകളെ കൊണ്ടുവരാം എന്ന വ്യാമോഹം നിന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റായ വ്യാമോഹമാണ്. അതിനെ പ്രതിരോധിക്കാൻ പണ്ഡിതരുണ്ട്, അതിനെ പ്രതിരോധിക്കാൻ ഉലമാക്കളുണ്ട്. അതുകൊണ്ട് എന്റെ പാർട്ടിയുടെ, എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹത്തോടു കൂടെ പറയാനുള്ള മറുപടി, ഈ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യം നോക്കാൻ പണ്ഡിതർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിനെ തെരുവിലേക്ക് വഴിച്ചിറച്ചുകൊണ്ട് ഹറാമിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അത് ഏത് പാർട്ടിയുടെ പേരിലായിക്കോട്ടെ, ഏത് പ്രസ്ഥാനത്തിന്റെ പേരിലായിക്കോട്ടെ, അതിനെതിരെ ശബ്ദിക്കാൻ സംഘടനകൾ രംഗത്തേക്ക് വരും, പണ്ഡിത സംഘടനകൾ രംഗത്തേക്ക് വരും. പണ്ഡിതന്മാർ മിഹ്റാബുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ഏറ്റവും വലിയ നിയന്ത്രണം എന്ന് പറയുന്നത് അല്ലാഹുവിലാണ്. നമ്മുടെ ഏറ്റവും വലിയ അഭയം എന്ന് പറയുന്നത് അല്ലാഹുവിലാണ്. ആ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കപ്പുറത്തേക്കുമുള്ള ഒരു വിധിയും ഒരു മാനദണ്ഡവും ഒരു തിരുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.